ിക്കരുത്. ആ സിദ്ധനെ നമുക്കൊന്ന് ആദ്യം പരിചയപ്പെടാം. അസ്ലാം ബാബ. ചിലർക്ക് ഇത് മന്ദിരപ്രയം, வேறு சிலருக்கு இவர் மோடிமத்தா. தீராத நோயை சுமந்து வரும் வியாதியஸ்தர்களுக்கு இவர் கடவுளின் அவதாரம். Baba is great and he has something power. God has given him power something. Baba is great man. ബാബ മഹാനാണ്. പിന്നെയോ അള്ള ചില സംഗതിയൊക്കെ മൂപ്പർക്ക് കൊടുത്തിട്ടുണ്ട്. അതിനാണ് നമ്മൾ മലയാളത്തിൽ കറാമത്ത് എന്ന് പറയല്. അറബിയാണെങ്കിലും അറബിയിൽ മലയാളം പറയുന്നതിനേക്കാൾ ആളുകൾക്ക് പരിചയമാണല്ലോ. അതിന് നമ്മൾ കറാമത്ത് എന്ന് പറയും. ഇയാൾ പറയുന്നത് എന്താണ്? ബാബ മഹാനാണ്, അദ്ദേഹത്തിന് ഒരുപാട് കറാമത്തുകളുണ്ട്. ഈ കറാമത്തുകളുള്ള ബാബ ഒരു ദിവസത്തെ വരുമാനം 5 ലക്ഷം രൂപ. ഒരു ദിവസത്തെ ഈ ബാബയുടെ അസ്ലം ബാബയുടെ വരുമാനം 5 ലക്ഷം രൂപ. ആയിരക്കണക്കിന് ആളുകൾ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, നേപ്പാൾ, സ്പെയിൻ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്ന്, ഗൾഫ് നാടുകളിൽ നിന്ന് അറബികളടക്കം ദിവസങ്ങളോളം കെട്ടിക്കിടക്കുന്നു ബാബയുടെ വീട്ടിന് മുന്നിൽ. എന്തിന്? ബാബ ചികിത്സിച്ചാൽ മാറാത്ത രോഗമില്ല. ബാബയുടെ കയ്യിൽ രോഗം മാറാനുള്ള സിദ്ധൌഷധങ്ങൾ. എന്തൊക്കെയാ ബാബയുടെ ഔഷധം? എങ്ങനെയാ ബാബ ചികിത്സിക്കുന്നത്? ബാബയുടെ ഒരു ചികിത്സ നമ്മളൊന്ന് കാണുക. முதுகுவலி என வருபவர்களுக்கு இரும்பு சேரால் முதுகிலேயே அடிக்கிறார். கால்வலி என வருபவர்களுக்கு அவர்களின் ஊன்றுகோலை வாங்கி காலிலேயே அடிக்கிறார். வலிப்பு வந்தவர்களை சேர் கொண்டு பலமாக தாக்குகிறார். ഇത് ഒരു കസേര മാത്രമല്ല, നമ്മൾ ഗുളിക കൊണ്ട് പറഞ്ഞ പോലെയാണ്. 1 വീതം 3 നേരം, അല്ലെങ്കിൽ 2 വീതം 3 നേരം, അല്ലെ രാത്രി 2 എന്നൊക്കെ പറഞ്ഞ് ഗുളിക തരുമല്ലോ. അതുപോലെ നല്ല രോഗമുള്ള ആളാണെങ്കിൽ കസേര 2 ആകും. 2 കസേര കൊണ്ട് 5 ഏറ്, 3 കസേര കൊണ്ട് 4 ഏറ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മൂപ്പര ചികിത്സാ രീതി. ഇത് ഒരു ചികിത്സാ രീതി. ഇതിനേക്കാളൊക്കെ പ്രശസ്തി ആർജിച്ച മറ്റൊരു ചികിത്സാ രീതിയുണ്ട്. നിങ്ങൾ മൂപ്പരുടെ അടുത്ത് എന്ത് രോഗമായിട്ടാണ് ചെല്ലുന്നത്? ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് വേദന, തലവേദനയായിട്ട് ചെല്ലുന്നതെങ്കിൽ, അല്ലെങ്കിൽ വയറുവേദനയായിട്ടാണ് ചെല്ലുന്നതെങ്കിൽ അദ്ദേഹം ചില കടലാസുകളൊക്കെ അവിടെ വെച്ച് ഓപ്പറേഷൻ നടത്തും. ഓക്സിജൻ സിലിണ്ടർ ഇല്ല, ഓപ്പറേഷൻ തിയേറ്റർ ഇല്ല, ഇങ്ങനത്തെ ഒരു സംഗതി ഇല്ലാതെ മൂപ്പര് ഓപ്പറേഷൻ നടത്തും. എന്താ മൂപ്പര കയ്യിലുള്ള ആകെ ആയുധം? നമ്മളെ സാധാരണ തുണിക്കടയിൽ കാണുന്ന വലിയ കത്രിക. അത് വെച്ചിട്ട് ഓപ്പറേഷൻ നടത്തി ഏത് ഭാഗത്താണോ വേദന, ആ ഭാഗത്ത് നിന്ന് വേദനയുണ്ടാകാൻ കാരണമായ ഇറച്ചി കഷ്ണം അയാൾ പുറത്തേക്കെടുക്കും. എന്നിട്ടോ ഈ വെച്ച കടലാസൊക്കെ കൂടി ചുരുട്ടി അദ്ദേഹം പുറത്തേക്കെറിയും. ഒരു കല പോലും ഉണ്ടാവില്ല. അത്ര വിദഗ്ധമായി സർജറി നടത്തുന്നു ബാബ. അങ്ങനെയാണ് ഒരു ദിവസം 5 ലക്ഷം രൂപ വരുമാനം ഉണ്ടാകുന്നത്. ആ അത്തരം ഒരു ചികിത്സയുടെ രംഗം കൂടി, ഒരു ചെറിയ മറവ് ഇതിനുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച്, ഒരാളുടെ തലയാണ് ബാബ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആ ഓപ്പറേറ്റ് ചെയ്ത അവസാനം തലയിൽ നിന്ന് ഇറച്ചി കഷ്ണം എടുക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി.
செய்கிறார் அஸ்லம் பாபா. மயக்க மருந்து கிடையாது, படுக்கை கிடையாது, ரத்த பாட்டில்கள் கிடையாது, ஆக்சிஜன் சிலிண்டர்கள் கிடையாது, உயர் ரக உபகரணங்கள் கிடையாது, துணி தைக்க மருந்து கிடையாது, படுக்கை கிடையாது, ரத்த பாட்டில்கள் கிடையாது, ஆக்சிஜன் சிலிண்டர்கள் கிடையாது, உயர் ரக உபகரணங்கள் கிடையாது, തുണി തൈ. അങ്ങനെയാണ്. ഇതൊന്നും ഇല്ലാതെ ഗംഭീരമായ ഒരു സർജറി. എന്താ ഇപ്പൊ ഓപ്പറേറ്റ് ചെയ്തത്? തലേന്റെ ഉള്ളിൽ നിന്ന് ട്യൂമറിന് ചികിത്സിക്കാൻ ചെന്ന രോഗിക്ക് ഓപ്പറേഷൻ നടത്തിയതാണ്. എന്തെങ്കിലും കാണാനുണ്ടോ? ഒന്നും കാണാനില്ല. സാധാരണ നമ്മളെ തലയിൽ ഒരു ഇറച്ചി കഷ്ണം വീണാ കുറച്ച് ചോരെങ്കിലും ഉണ്ടാവും, അതുപോലും കാണാനില്ല. അത്രയും വിദഗ്ധമായ സർജറി. ഇത് കേട്ടിട്ടാണ് ആളുകൾ ചെന്നത്. ആളുകൾ ചെന്നുകൊണ്ടിരുന്നത് അങ്ങനെയാണ്. അവസാനം ഇതിൽ തട്ടിപ്പുണ്ട് എന്ന് മനസ്സിലാക്കിയ ആളുകൾ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ തീരുമാനിച്ചു. എങ്ങനെയാണ് സർജറി നടത്തുന്നത് എന്നവരന്വേഷിച്ചു. അങ്ങനെയാണ് അവരവിടെ എത്തിയത്. ആ സർജറി എങ്ങനെയാണ് നടത്തുന്നത് എന്ന് അവർ നേർക്കുനേരെ ക്യാമറയിലൂടെ കണ്ടെത്തുകയാണ്. ഒരു പെണ്ണിനെ ഈ ബാബ സർജറി നടത്തുന്നതും അതിലെ തട്ടിപ്പും എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമ്പോൾ നിങ്ങൾക്ക് ആ തട്ടിപ്പ് ബോധ്യപ്പെടും. നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. அஸ்லம் பாபா கேமராவில் மாட்டிக்கொண்ட காட்சியை பாருங்கள். இன்னும் புரியவில்லையா? பாபா காலை உயர்த்தும் போது கீழே தெரியும் காகித பொட்டலத்தின் உள்ளே கசாப்பு கடையில் வாங்கிய மாமிசம் இருக்கிறது. இந்த பொட்டலத்தை பாபா எப்படி தந்திரமாக தன் கையில் உள்ள காகிதத்தினால் மறைத்து எடுக்கிறார் என பாருங்கள். பாபாவின் கைக்கு பொட்டலம் வந்த பின்பு அறுவை சிகிச்சை செய்வது போல நடிப்புத்தான். அந்த மாமிச துண்டையே கட்டி என வெட்டி வெளியில் எடுக்கிறார். அப்புறம் என்ன, சுற்றி இருக்கும் மக்கள் ஏமாந்துதான் போவார்கள். ஆயிரக்கணக்கான மக்களின் முன்பு அறுவை சிகிச்சை என்ற பெயரில் பட்டவர்த்தனமாக ஏமாற்றும் பாகல்கோட் அஸ்லாம் பாபா அதில் ஒருவர் மட்டுமே. இன்று കണ്ടല്ലോ. ഇനി ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇയാള് ആദ്യകാലത്തെ ഇറച്ചി കച്ചവടക്കാരനായിരുന്നു. അവെന്താണ്, ആ പഴയ തൊഴിലാണ് മൂപ്പരിപ്പോഴും. ഇപ്പൊ കടയിൽ നിന്ന് പോയി ചെറിയ ചെറിയ പീസ് വാങ്ങിക്കൊണ്ടുവരുന്നു, അത് പൊതിയുന്നു, കാലിനടിയിലോ ശരീരത്തിൽ എവിടെയെങ്കിലും ഒളിപ്പിക്കുന്നു, എന്നിട്ട് ആളുകളെ ഈ രൂപത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു. സർജറി നടത്തിയിട്ട് ശരീരത്തിൽ നിന്ന് ഇറച്ചി കഷ്ണം എടുക്കുന്നു. രോഗം മാറുന്നു എന്ന് വിചാരിക്കുന്നു ആളുകൾ. പിന്നെയോ അതിന് പുറമെ തൈലവും മരുന്നും ഒക്കെ വേറെയുണ്ട്. 600, 700, 900 രൂപക്കാണ് ഒരു സമയത്ത് മരുന്ന് കൊടുക്കുന്നത്. അതൊക്കെ ഇതിൽ പറയുന്നുണ്ട്.